ഹലോ, ഞാൻ ഡോക്ടർ പ്രശാന്ത് വെനിയിൽ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഇൻ ഡോക്ടർ സ്കിൻ. ഇന്നത്തെ സ്കിൻ ടോക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലേസർ ഹെയർ റിഡക്ഷനെ പറ്റിയാണ്. സോ ആളുകൾക്ക് വളരെയധികമായ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ലേസർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണെന്നും അതൊരു ഡേഞ്ചറസ് ആയിട്ട് ഒരു രീതിയിലും ഒരു ഇഷ്യൂ വരാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് ലേസർ ട്രീറ്റ്മെന്റ്. ലേസർ എന്ന് പറഞ്ഞത് നമ്മുടെ സൂര്യവെളിച്ചത്തിന്റെ 7 കളേഴ്സിലെ ഒരു കളറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫയർ ചെയ്യുന്നതിനാണ് ലേസർ എന്ന് പറയുന്നത്. ബേസിക്കലി ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഇങ്ങനെയുള്ള ഇതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലേസർ ചെയ്യുന്നത്. ഈവൻ ആംപിറ്റ് ഹെയർ റിഡക്ഷൻ, ഫുൾ ബോഡി ഹെയർ റിഡക്ഷൻ, ഇതിനൊക്കെ നമുക്ക് ലേസേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഒട്ടും വേദനയില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണിത്. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണിത്. ഒരു സൈഡ് എഫക്ട്സും ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ഓഫ് ദാറ്റ് തിങ്സ് ഇൻ നൗഡേയ്സ്. ആൻഡ് ഇറ്റ്സ് വെരി എല്ലാം വളരെ കോൾഡ് ലേസേഴ്സ് പറയും. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ലേസേഴ്സിന്. അത് ഫയർ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ചെറിയ ചൂട് അനുഭവപ്പെടുന്നുള്ളൂ. പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് ഉള്ളവർക്കും, ഫോർ എക്സാമ്പിൾ അതർ ഹോർമോണൽ ഡിസീസ് ഉള്ള ലേഡീസിന് ലേസറിന്റെ കാലാവധി ഓഫ് ട്രീറ്റ്മെന്റ് മൈറ്റ് ഇൻക്രീസ് കുറച്ചും കൂടെ. പൊതുവെ ഒരു 6 to 8 സെറ്റിംഗ് വരെ വേണ്ടി വരും നല്ലൊരു റിസൾട്ട് എത്താൻ. 4 സെറ്റിംഗിൽ തന്നെ റിസൾട്ട് കാണാം. പല മൊഡാലിറ്റീസ് ഓഫ് ലേസേഴ്സ് ഉണ്ട്. ഡയോഡ് ലേസേഴ്സ് ഉണ്ട്, എൻഡിയാക് ലേസർ ഉണ്ട്, ഇൻറ്റൻസ് പൾസ് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ടൈപ്പ് ഓഫ് മൊഡാലിറ്റീസ് ഓഫ് ലേസർ ആണ്. ലേസർ ട്രീറ്റ്മെന്റ് ക്യാൻ ബി ഡൺ അറ്റ് എനി ഏജസ് ആക്ച്വലി. ബട്ട് കുഞ്ഞുള്ളവർക്ക് ചെയ്യാറില്ല പൊതുവെ. പക്ഷെ എന്നാലും ഏത് ഏജ് ഗ്രൂപ്പിലും ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല ലേസർ.